ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിന്നിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനും അമ്മയും നമ്മുടെ പഞ്ചൂട്ടിനും കൂടിയിട്ട് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഏറ്റുമാനൂരുള്ള ഈ നാക്സോസ് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയത്. അത് മാത്രമല്ല, ഞാൻ അമ്മയുമായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നതും വളരെ കുറവാണ്. അമ്മ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും വരാറില്ല. വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ഒക്കെ ചെയ്യുന്നത് കാരണം അങ്ങനെ വരാറില്ല. ഇന്നൊരു ഫുൾ ഡേ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഷോപ്പിൽ മാത്രമല്ല, വേറെ 2-3 ഷോപ്പിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ, നമുക്ക് ഷോപ്പിംഗ് തുടങ്ങിയാലോ? ബ്രിട്ടാനിയയുടേതിന് 160. എന്റെ ഇവിടെ കിടപ്പുണ്ട് ഓഫർ പ്രൈസ് 160. ഇതാകുമ്പത്തേന് നമുക്ക് ചുമ്മാ റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ്, ലോവർ GI എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. രണ്ടെണ്ണം മതിയോ? എനിക്കറിയത്തില്ല. പനം കൽക്കണ്ടാണോ? പനം കൽക്കണ്ട. കാശ്മീരി എവിടെ ഇരിക്കുന്നു? ചില്ലിന്നുള്ളല്ലേ? കാശ്മീരിന്നില്ല. അല്ല, അമ്മയെ ഞങ്ങൾ കയ്യാമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മയുടെ പേര് ഖദീജ എന്നാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാനും ട്രിപ്പിന് പോകാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അമ്മ ജീവനുണ്ടെങ്കിൽ വരത്തേയില്ല. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരിടത്തും വരത്തില്ല. ആകെ കയറാൻ ഇഷ്ടമുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനും ഓട്ടോയും മാത്രമാണ്. അപ്പൊ അതിൽ കയറി എവിടെയെങ്കിലും പോകാനായിട്ട് നല്ല താല്പര്യമാണ്. അപ്പൊ ഞാൻ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇച്ചുവിന്റെ വെക്കേഷന്റെ ടൈമിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കയ്യാമ്മയ്ക്ക് റാക്കിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ നോക്കി സെലക്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഷോപ്പിങ്ങിലെ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കയ്യാമ്മയ്ക്ക് കൊടുത്തേക്കുവാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ ഈ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും ഒന്നുപോലും ഇടാതെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. കുറെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഒന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി നടന്നു. കാരണം നമുക്ക് ഇന്ന് ഇവിടുന്ന് ഗ്രോസറി പർച്ചേസ് മാത്രമേ പ്ലാനിനകത്തുള്ളൂ. ഈ ഒരു കുറേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് പോകുമ്പോഴേക്കും SM സ്ട്രീറ്റിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഒന്നും വാങ്ങിക്കാത്തത്. ഇത് കാണാൻ നല്ല രസമുണ്ട്. 249 രൂപയോ? ഇനി ഇവരെവിടെയാണ് ഈ പറയുന്ന ഇത് എഴുതി വെച്ചിരിക്കുന്നത്? 249 രൂപ. സിലിക്കോൺ സ്പാച്ചുല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിനായിരിക്കും ചിലപ്പോൾ 49. ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു. 249 സാധനമൊക്കെ 49 റുപ്പീസിനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം കാണിച്ച തടിയുടെ തവി പോലത്തത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക്കും സിലിക്കോണോ അങ്ങനത്തെ പറയുന്ന സാധനത്തിനകത്തുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ യൂട്യൂബിലും ഒക്കെ റീൽസിനകത്ത് ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഷോപ്പിലാണ്. കോട്ടയത്ത് അസ്റ്റോറിയയുടെ ഓപ്പോസിറ്റില് കുറേ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്, ചെടിച്ചട്ടികൾ, അങ്ങനെ കുറേ ഉള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത്. ഇവിടുന്ന് കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും സെറാമിക് ബൗളും ഒക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഭരണിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി മാങ്ങയൊക്കെ ഉപ്പിലിടാൻ പറ്റുന്ന 2-3 ഭരണിയും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ നിർത്തി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.